പഠിക്കുമ്പോൾ പറഞ്ഞൊരു കഥ എന്നും താൻ പറയാനായിരുന്നു. താന് ഒരു വണ്ടി വിൽക്കാനായിട്ട് രാവിലെ വീട്ടിൽ ആള് വന്നു. 45,000 രൂപയ്ക്ക് ചോദിച്ചു, കൊടുത്തില്ല. ഉച്ചകഴിഞ്ഞ് വേറൊരു പാർട്ടി വന്നു. അന്നേരം പറഞ്ഞു, സാറ് പറഞ്ഞു, ഞാൻ രാവിലെ ഒരു പാർട്ടി വന്ന് 50 രൂപയ്ക്ക് ചോദിച്ചതാ, ഞാൻ കൊടുത്തില്ല എന്ന്. അപ്പൊ തന്റെ മോള് പച്ച അവള് പറയാ, കള്ളം പറയല്ലേ, രാവിലെ 45,000 ചോദിച്ചു, ഞാൻ കേട്ടതാന്ന്. ഈ പാർട്ടി നിൽക്കുമ്പോൾ എവിടെയാ തുടങ്ങേണ്ടത്? കുടുംബത്തിനകത്താ സാക്ഷ്യം തുടങ്ങേണ്ടത്, കുടുംബത്തിനകത്താ ജീവിതം തുടങ്ങേണ്ടത്. നമ്മെ കുറിച്ച് പറയാൻ കഴിയണം, അവർ പ്രാർത്ഥിക്കുന്ന കുടുംബമാണെന്ന്, അവർ ആരാധിക്കുന്ന കുടുംബമാണെന്ന്, മാതൃകയുള്ള കുടുംബമാണെന്ന്, അവർ ദൈവവചന പ്രകാരം പോകുന്ന കുടുംബമാണെന്ന്, അവർ സാക്ഷ്യമുള്ള കുടുംബമാണെന്ന്. കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ആഹ്വാനമാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്ന്. ശക്തി ലഭിച്ചാൽ പ്രകടനത്തെക്കാളപ്പുറം ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനിടയായിത്തീരും. അത് വരുന്നില്ല എങ്കിൽ നമ്മെ കുറിച്ചും പറയും, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് ലോകം പാട്ടുപാടുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്റെ പ്രിയരെ, നമ്മുടെ പരാജയം എവിടെയാണെന്ന് കണ്ടെത്തുക, അവിടെ വിജയം നേടുവാനിടയായിത്തീരും. ശ്രമികയായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. 2 പേര് ആരാധനയ്ക്കായി കടന്നുപോയി, കായനും ഹാബേലും. 2 പേരും ആരാധന കഴിച്ചു. ഒരു സ്ഥലത്ത് പോയതാ, ഒരുപോലെ പോയതാ, 2 വസ്തു കൊണ്ടാ പോയെന്നുള്ളൂ. ഒരാളിൽ ദൈവപ്രസാദം ഉണ്ടായി, മറ്റൊരാളിൽ ദൈവപ്രസാദം ഉണ്ടായില്ല. മടങ്ങി വരുമ്പോൾ ദൈവപ്രസാദം ലഭിക്കാത്ത കായൻ സഹോദരനോട് കോപിക്കാൻ. ദൈവം കായനോട് ചോദിച്ചു, കായനെ നീ എന്തിനാ കോപിക്കുന്നത്? അപ്പൊ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാത്തത് കൊണ്ട് അവൻ സഹോദരനോട് കോപിക്കുന്നു, സഹോദരനെ കൊല്ലുവാൻ നോക്കുന്നു. ദൈവം അവനോട് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? നിന്റെ പാപം കാൽച്ചുവട്ടിൽ കിടക്കുന്നുണ്ട്, നീയോ അതിനെ പിടിച്ചടക്കണം. ആരാധന കഴിഞ്ഞ് സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ, ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു പുതിയ അനുഭവത്തോടെ പോകാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരു പുത്തൻ അനുഭവം പ്രാപിച്ച് മടങ്ങി പോകാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ പകൽ ഓർക്കുക, അടുത്തിരിക്കുന്ന സഹോദരനല്ല കുഴപ്പം, സഹോദരി അല്ല കുഴപ്പം, ലീഡ് ചെയ്ത പാസ്റ്റർ അല്ല കുഴപ്പം, പ്രസംഗിച്ച വിഷയമല്ല കുഴപ്പം, നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അല്ലെങ്കിൽ ഒരു പക്ഷെ സഭാ പാസ്റ്റർക്ക് അറിയത്തില്ല. എനിക്ക് യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ആകാന്റെ പാപം അവിടെ യോശുവ അറിഞ്ഞില്ല, കുട്ടുവിശ്വാസികൾ അറിഞ്ഞില്ല. പക്ഷെ ആർക്കറിയാം, അഗ്നിജ്വാലയ്ക്കത്ര കണ്ണുള്ള കർത്താവ് അത് കാണുവാനിടയായിത്തീർന്നു. ഈ പകൽ ഓർക്കുക, പാസ്റ്റർ ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും, ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവിന്, സർവജ്ഞാനിയായ കർത്താവിന് നമ്മെ ഉള്ളതുപോലെ കാണുവാൻ കഴിയും. ഗലീലപ്പം കടപ്പുറത്ത് 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ പത്രോസിനെ യോഹന്നാനോട് വ്യതയറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഇവരെങ്ങനെ പറഞ്ഞയച്ചാൽ ഇവർ വഴിയിൽ തളർന്നു വീഴും, ഇവരിൽ ചിലർ ദൂരവേ നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ ശാരീരിക സ്ഥിതി ആർക്കറിയാം? എന്റെ കർത്താവിനറിയാം. മാനസിക സ്ഥിതി ആർക്കറിയാം? എന്റെ കർത്താവിനറിയാം. അവരെത്ര ദൂരെ നിന്ന് വരുന്നതെന്ന് ആർക്കറിയാം? എന്റെ കർത്താവിനറിയാം. അങ്ങനെയാണെങ്കിൽ ശ്വാസത്തെക്കാൾ അടുത്തിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യേശുവിനറിയാം നിന്റെ മാനസിക സ്ഥിതി എന്തെന്ന്, നിന്റെ ശാരീരിക സ്ഥിതി എന്തെന്ന്, കുഞ്ഞെ നീ കടന്നു പോകുന്ന വഴിയേതെന്ന് എന്റെ കർത്താവിന് അറിയുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് പലതിനും പരാജയപ്പെടുന്നു? എന്തുകൊണ്ട് പല മണ്ഡലത്തിലും പരാജയപ്പെടുന്നു? എന്തുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല? പരാജയം എവിടെയാണെന്ന് കണ്ടെത്തുവാനിടയായി തീരട്ടെ. അതെ, സൺഡേ സ്കൂൾ പഠിക്കുന്ന, ദൈവജനം പഠിക്കുന്ന, ആത്മാവിനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരാൾ തലയെ കൈവച്ച് പറയേണ്ട, നമുക്കറിയാം നമ്മുടെ വഴികൾ ഏതാണെന്ന്. ഈ പതിലോർക്കുക, നമ്മുടെ പരാജയത്തെ കണ്ടെത്തുക, ദൈവം വിജയമാക്കി തീർക്കുവാനിടയായി. യോശുവയുടെ പുസ്തകത്തില് 1-ാം ഭാഗം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ വിശ്വാസത്താൽ യോർദാൻ കടന്നു, 2 ആ എരിഹോ കോട്ടയെ തകർത്തു, 3-ാമതൊരു കൊച്ചു മണ്ഡലമാണ് ഏതാ? ഹായ് പട്ടണം. നമുക്ക് ധൈര്യത്തോടെ നില്ല. 1-ാമത് വലിയ കാര്യമാണ്, 2-ാമത്തെ അത്ര പ്രസക്തിയുള്ള, അതും വലിയ കാര്യമായിരുന്നു. 3-ാമത് അത്ര പ്രസക്തിയുള്ള കാര്യമല്ല. അവർ കടന്നു ചെന്നു, തോറ്റ് പുറകോട്ട് ഓടുവാനിടയായി തീർന്നു. കുഞ്ഞ്, വലിയ കാര്യത്തിന്
ദൈവം സഹായിക്കണം, ചെറുതിനും ദൈവം സഹായിക്കണം. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ ഉറപ്പിക്കും, വീട് പണിയാൻ ദൈവാലോചന വേണമെങ്കിൽ കോഴിക്കോട് പണിയാനും ദൈവാലോചന വേണം. വലിയ കാര്യത്തിന് ദൈവം വേണമെങ്കിൽ ചെറിയ കാര്യത്തിനും ദൈവം വേണം. ദൈവത്തിന്റെ ആലോചന വേണം, ദൈവത്തിന്റെ ഹിതം അറിയണം. അല്ലാതെ പോയാൽ ഹായിലെ പരാജയം നമുക്ക് സംഭവിക്കാനിടയായിത്തീരും. 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാ: അനന്തരം യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഹായി പട്ടണത്തിലേക്ക് ചെല്ല്, ഹായി ജനത്തെയും പടജനത്തെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ഇന്ന് പകൽ ഓർക്കുക. പാപത്തിന് പരിഹാരം വരുത്തിയിട്ട്, കുറവുകളിൽ പരിഹാരം വരുത്തിയിട്ട്, ആകാന്റെ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ ശിക്ഷാവിധി നടപ്പാക്കിയിട്ട് പറയുകയാണ്, നീ ഹായി പട്ടണത്തിലേക്ക് ചെല്ല്, അവിടെ നിന്ന് വിജയത്തിലേക്ക് നടത്താമെന്ന്. ഈ പകൽ ഓർക്കുക, നമ്മുടെ പരാജയം എവിടെയാണ്? നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ എവിടെയാണ്? ആത്മീയ മണ്ഡലത്തിലാണോ? ക്രിസ്തീയ സ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണോ? ഏവമെന്ന സാഹചര്യത്തിലാണെന്ന് കണ്ടെത്തുക. നമുക്ക് ദൈവം ഒരു വിജയം വെച്ചിട്ടുണ്ട്, ഒരു വിജയം വെച്ചിട്ടുണ്ട്. ജീവിതത്തിന്, കുടുംബജീവിതത്തിന്, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക്, അവിടെ സമസ്ത മണ്ഡലത്തിനും ദൈവം ഒരു വിജയം ഒരുക്കിയിട്ടുണ്ട്. അതിനെത്താൻ കഴിയാതെ വണ്ണം പരാജയപ്പെടുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് ഈ പകൽക്കാലം കണ്ടെത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും, ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. പരാജയത്തിന് പരിഹാരം വരുത്തട്ടെ, വിജയം നേടുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ് പറയുന്നത് പോലെ, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും, എന്റെ ക്രിസ്തയേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അരിഷ്ടതയിൽ നിന്ന് വിജയത്തിലേക്ക് നടത്തുവാൻ ക്രിസ്തു മുഖാന്തരം കാരണമായി തീരുമെങ്കിൽ കർത്താവിൽ ആശ്രയിക്കാം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. ആത്മനിറവിൻ ജീവിതത്തിൽ നമുക്ക് നടത്തപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ സ്വീകരിച്ച അവസരം തന്ന കർത്താവിന്റെ ദാസൻ ഈ സഭയോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. The message we heard this morning, it was wonderful one. Hallelujah. Let us think for a moment. Hallelujah. The word of God was awesome. Hallelujah. When Peter and the apostles, they were in confusion. They were facing big complaint and commotion in their life. And they said, well, we are going to set apart ourselves to the prayer and the word of God. രാവിലെ വചനത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടതെന്ന് തിരക്കുകൾക്കിടയിൽ അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ ഇത് എത്ര വലിയ കാര്യമാണ്. It doesn't mean that, hallelujah, they were left everything away and only concentrate on that. They were leading the church, they were giving everything administration at the same time that they prioritized their things in the life. Hallelujah. There was, as we heard this morning, there was a time they couldn't even 1 hour sit along with Jesus and pray. There was a time they tried to deny Jesus Christ. They were anxious about the things of the world. They were about the position of the world and possession of the world. But when the Holy Spirit came upon them, there was a dramatical change happened in their life. This morning, hallelujah, the anointing that was upon our life, that has a different expectation about you. That has a different version about our vision. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ആത്മാവ് നല്ല സാക്ഷ്യമുള്ളവരായി, അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരായി കാര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണോടെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിരാളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് we have a lot of failures in our life. Hallelujah. We tried our level best, but many of the times we failed. But this morning, while we hope in the word of God, bring every burden at the feet of Jesus Christ. Bring every problem at the foot of cross. നിരാവിലെ കുരിശിന്റെ ചുവട്ടിലേക്ക് എല്ലാവരും തങ്ങളുടെ ഭാരങ്ങളുമായി കടന്നു വന്നാട്ട് നിൽക്കാം. Let us stand to the Lord's presence. കർത്താവിന്റെ മേശയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാവിലെ നമ്മുടെ പരാജയങ്ങൾ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. He denied him. He cursed Jesus Christ. But at the same time, when he reconciled by the power of the Jesus Christ, hallelujah, when he was filled with the Holy Spirit, he was able to proclaim the high praise of the Lord. That's why in his book he said that I was called out of the darkness into the marvelous light of the Lord. അന്ധകാരമായിരുന്ന ജീവിതത്തിൽ ഒരു ശിഷ്യനായി